ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. 2025 റിലീസ് ചെയ്ത ഒരു ഇന്ത്യൻ മലയാള ഭാഷ മ്യൂസിക്കൽ റൊമാൻസ് ഡ്രാമ ചിത്രമാണ് ഹാൽ. പ്രധാന വേഷങ്ങളിലായി ഷൈൻ നിഗം, സാക്ഷി വൈദ്യ എന്നിവരൊക്കെയാണ് എത്തുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വീരയാണ്. ഈ സിനിമയുടെ റൈറ്റർ നിഷാദ് ഗോയൽ, നിങ്ങൾക്കറിയാം, മമ്മൂക്കയുടെ തോപ്പിൽ ജോപ്പൻ, മധുരനാരങ്ങ, പോളിടെക്നിക്, അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളും കൂടെയാണ്. ഇതിൻ്റെ മ്യൂസിക് നന്ദഗോപനാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അത് ഞാൻ പിന്നീട് വരാം. സിനിമ എന്താണെന്ന് നിങ്ങൾക്ക് ട്രെയിലറിൽ തന്നെ വ്യക്തമായിട്ടുണ്ടാവും. ഒരു രണ്ട് യുവത്വങ്ങൾ, ഒരു മുസ്ലിം പയ്യൻ, അതായത് ഷൈൻ നിഗമായിട്ട് വരുന്നു, ഒരു ക്രിസ്ത്യൻ യുവതി സാക്ഷി വൈദ്യയായിട്ട് വരുന്നു. ഈ രണ്ടുപേരും തമ്മിലുള്ള പ്രണയം, സോഷ്യൽ ഇന്റർകാസ്റ്റ് പ്രണയം, ഇത് തമ്മിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ചലഞ്ചസ്, കഷ്ടപ്പാടുകൾ, അതുമായിട്ടുള്ള കുറച്ച് സാഹസിക കാര്യങ്ങൾ, സംഭവ വികാസങ്ങളൊക്കെയാണ് സിനിമ. ഇതിൻ്റെ ഇടയിൽ ലവ് ജിഹാദ്, ടെററിസം, അങ്ങനത്തെ മുസ്ലിം ആയതുകൊണ്ട് എൻ്റെ പേരതാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഈ മോഡേൺ കാലത്ത് ഇപ്പം ഒരു കുറച്ച് എന്തൊക്കെ ഒരു വിപ്ലവങ്ങളൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ റൈറ്റർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് എന്ന് ഞാൻ കണ്ടത് മ്യൂസിക്കാണ്. ഇതിലെ പാട്ടിൽ അങ്കിത് തിവാരി, ആതിഫ് അസ്ലം, അങ്ങനെ ഹിന്ദി മ്യൂസിക് പാടുന്ന ആൾക്കാരൊക്കെ പാടിയിട്ടൊക്കെ ഉണ്ട്. അവരുടെ ആ പാട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പങ്കൊക്കെ ഈ സിനിമയിൽ ഉണ്ടെന്നാണ് വിവരങ്ങൾ. അപ്പോൾ അങ്ങനെയാണ്, അതായത് ഇവരുടെ ഒരു പാട്ടിൻ്റെ ആ ഒരു വോയിസും കാര്യങ്ങളും അതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സിനിമ മൊത്തത്തിൽ ആ പാട്ടിൻ്റെ ആ ഒരു വൈബ് അടിക്കുന്നുണ്ട്. മൊത്തം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഈ സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവാണ് മ്യൂസിക്. അതാണ് ഞാൻ തുടക്കം അത് തന്നെ പറയുന്നത്. അപ്പോൾ ആ മ്യൂസിക് അവർ തമ്മിൽ കാണുമ്പോൾ ഉള്ളതും സംസാരിക്കുമ്പോൾ ആ ഇടയിലൊരു ലവ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ റിതമൊക്കെ ആയിട്ട് നന്നായിട്ട് നന്ദഗോപൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ എല്ലാവരും ആ സിനിമയ്ക്ക് കഥാപാത്രത്തിന് എന്താണ് വേണ്ടത് അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ എനിക്കൊരു ഓവർ ദ ടോപ്പ് പെർഫോമൻസ് സിനിമയിൽ ആരിൽ നിന്നും കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മൊത്തത്തിൽ എനിക്കൊരു ഓക്കേഷ് ഫീൽ ആയിരുന്നു സിനിമ. ഒരു ആവറേജ് കാണാൻ പറ്റിയ ഒരു കൊച്ചു പടം, അതാണ് ഹാല്. ആൻഡ് ഷൈൻ നിഗത്തിന്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു, സാക്ഷി വൈദ്യ കൊള്ളായിരുന്നു. ഷൈൻ നിഗം ഒരു റാപ്പറായിട്ടാണ് വരുന്നത്, മുസ്ലിം പയ്യൻ. പിന്നെ ഇങ്ങനെ കുറച്ച് ചെറിയൊരു നർമ്മങ്ങളും രസങ്ങളും ഉള്ള ചെറിയൊരു കോമഡിയും തമാശ, ഒരുപാട് ചിരിക്കാനുള്ളതൊന്നുമല്ല, കുറച്ച് ചിരിക്കാനും ചിന്തിക്കാനുള്ള തമാശകളൊക്കെ ഉണ്ട്. പിന്നെ സിനിമ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അറിയാമല്ലോ, ഈ ലവ് ജിഹാദ്, ടെററിസം, അങ്ങനത്തെ കുറച്ച് ഒരു മുസ്ലിം പയ്യൻ, അങ്ങനത്തെ കുറച്ച് കാഴ്ചപ്പാട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാം, കാണാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ ടോപ്പിക്കാണ് വരുന്നതെന്ന്. കാരണം ട്രെയിലറിൽ തന്നെ വ്യക്തമാണ് അതൊക്കെ. പിന്നെ അവരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ ഷെയ്ൻ അറിയാലോ, ഈ പ്രണയരംഗങ്ങളെല്ലാം. കാരണം എന്താ പറയുക, എനിക്ക് എല്ലാവരുടെ പെർഫോമൻസ് ഒരു ഓവർ ദ ടോപ്പായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ഓവറോൾ ഒരു ഓക്കേഷ് ഫീൽ ആയിരുന്നു സിനിമ. ഒരു ആവറേജ് ഫീൽ, കണ്ടുകൊണ്ടിരിക്കാം, വാച്ചബിളായിട്ടുള്ള ഒരു സിനിമ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനും കാര്യങ്ങളിലായിട്ടുള്ള ഒരു സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് അങ്ങനെയാണ്, കാരണം മോഡേൺ സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ ഒരാളെ ചിത്രീകരിക്കപ്പെടുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ അത് ചിലയിടത്തിൽ ചില ആൾക്കാർക്ക് കൺവിൻസ് ആകും, ചിലയിടത്തിൽ നമ്മൾ അതിനോട് യോജിപ്പില്ലാത്ത രീതിക്ക് പോവേണ്ടി വരും. കാരണം ഓരോരുത്തരും ഒപ്പീനിയൻ ആണല്ലോ, അപ്പം അങ്ങനെ വരും. മൊത്തത്തിൽ ഈ പടത്തിൽ പാട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടിയ പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് അങ്ങനെ വന്നിട്ടില്ല. എല്ലാവരും അവരുടെ രീതിക്ക് നന്നായി. പിന്നെ നിങ്ങൾക്ക് നത്തെന്ന് പറഞ്ഞാൽ അറിയാം, പുള്ളിയുടെ പേരും എനിക്ക് വിട്ടുപോയി. നത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഉതളങ്ങ തുരുത്ത്, അങ്ങനത്തെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ പുള്ളിക്കാരൻ്റെ രോമാഞ്ചൻ സിനിമയിലൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയും നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു ആവറേജ് ഫിലിം. എന്തായാലും ക്രിസ്മസ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കാണാൻ പോകാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. ഒരു ആവറേജ് ഫിലിമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷൈൻ നിഗത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ ഷൈൻ നിഗത്തിൻ്റെ പെർഫോമൻസും കൊള്ളായിരുന്നു. പക്ഷെ എന്നാലും ഒത്തിരി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കുറച്ചുകൂടെ വയ്ക്കായിരുന്നു. പക്ഷെ എന്നാലും ബോറടിക്കുന്ന ഒരു പടമൊന്നുമല്ല, മുഷിപ്പിക്കുന്ന ഒരു പടവുമല്ല, തീരെ ആൾക്കാരെ ഉറക്കുന്ന ഒരു പടവുമല്ല. നിങ്ങൾക്കൊരു 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒന്ന് ടൈം പാസ് ചെയ്യാൻ പറ്റിയ ഒരു കൊച്ചു സിനിമ തന്നെയാണ് ഹാല്. മൊത്തത്തിൽ ഹാല്
പിന്നെ ഇതിൽ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, മുമ്പേ പറഞ്ഞില്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ അജണ്ട, കോർ തീം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. രണ്ട് ഇന്റർകാസ്റ്റ്, ഒരു ഈ സൊസൈറ്റിയിൽ ഒരു ഇന്റർകാസ്റ്റിലുള്ള, അതായത് ഒരു മുസ്ലിം പയ്യൻ ഒരു ക്രിസ്ത്യൻ യുവതിയും പ്രണയിക്കുന്നു. അവർ തമ്മിലുള്ള പ്രണയത്തിനെ സൊസൈറ്റി എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഫാമിലീസ് എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റി എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഫാമിലി എന്താണ് പറയുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ കുറച്ച് ഏറ്റുമുട്ടൽ, പിരിയല്, വേർപ്പെടൽ, പിന്നെ കുറച്ച് സീരിയസ് ഇഷ്യൂസ്, അങ്ങനെയൊക്കെ വന്ന് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊക്കെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരുപാടൊന്നും അങ്ങ് കൺവിൻസ് ആയിട്ടില്ല. പക്ഷെ കുറച്ചൊക്കെ കൺവിൻസും ആയിട്ടും ഉണ്ട്. അതാണ് തീരെ മോശവും അല്ല, തീരെ സൂപ്പറും അല്ല, ഒരു നടുക്കുള്ള ഒരു ആവറേജ് നല്ലൊരു പടം തന്നെയാണ് ഹാൽ.